അമ്മേ ശരണം, ദേവീ ശരണം. പോകുന്ന വഴിക്കാണ് ആറ്റുകാൽ ക്ഷേത്രം. തിരികെ വരുന്ന വഴിക്ക് ഒരു ശനിയാഴ്ചയാണെന്ന് തന്നെ ഓർമ്മ, ഒരു 5 മാസങ്ങൾക്ക് മുമ്പ്. ഇത് ഒരു അനുഭവമാണ്, ഞാൻ കണ്ട കാഴ്ച. ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴി എനിക്കൊരു ഉൾവിളിയുണ്ടായി ക്ഷേത്രത്തിൽ കയറി. ആറ്റുകാൽ അമ്പലത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ മുതൽ എനിക്ക് എൻ്റെ ശരീരം, എൻ്റെ ബോഡി നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. തണുപ്പും ദേഹവും വിറയലും ഒക്കെ ആയിട്ട് ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് എന്നെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ നടന്നു. ആൾ തിരക്ക് കുറവായിരുന്നു, ശനിയാഴ്ച ആയതുകൊണ്ട്. വൈകിട്ടാണ് ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴി. നടയിലെത്തി അമ്മയൊന്ന് മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും നന്നായിട്ട് ശരീരം വിറയ്ക്കുന്നതും വൈബ്രേറ്റ് ചെയ്യുന്നതും എനിക്കറിയാം. പെട്ടെന്ന് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് പുറത്തോട്ട് ഇറങ്ങി ബാക്ക് വഴി, അമ്മയുടെ നേരെ ബാക്കിലെ വാതിൽ വഴി, പിൻവാതിൽ വഴി ഞാൻ ഇറങ്ങിയിട്ട് തിരിഞ്ഞു നിന്ന് അമ്മയെ ഒന്ന് കണ്ണടച്ചൊന്ന് മനസ്സാ പ്രാർത്ഥിച്ചു. അപ്പോഴും ബോഡി നന്നായിട്ട് വൈബ്രേഷനാണ്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച ഒരു നിമിഷം ആ വാതിൽപ്പടിയിൽ അമ്മയുടെ ആ രൂപം, ആദിപരാശക്തി രൂപം ഞാൻ കണ്ടു. നന്നായിട്ട് നിഴൽ രൂപത്തിലാണ് അമ്മയുടെ ആടയാഭരണങ്ങളെല്ലാം. ഒരു ഇരുട്ടത്ത് ഒരു നിഴൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ, അതിൽ തിളങ്ങുന്ന ആടയാഭരണങ്ങൾ, മുത്തുകളെല്ലാം ഇങ്ങനെ തിളങ്ങുന്നു. സ്വർണം, വജ്രവും എന്താണെന്നറിയില്ല, നന്നായിട്ട് തിളക്കമുണ്ട്. കയ്യിലൊരു ത്രിശൂലം അമ്മ പിടിച്ചിരിക്കുകയാണ്. ഇത് ഒരു വെറും കഥയല്ല, ഞാൻ കണ്ട കാര്യമാണ് 5 മാസങ്ങൾക്ക് മുമ്പ്. നന്നായിട്ട് ദർശനം. ആ വാതിൽപ്പടിയിൽ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്ന് ഫുള്ളായിട്ട് അമ്മ നിൽക്കുകയാണ്. അമ്മയുടെ മനോഹരമായിട്ടുള്ള ആ രൂപം നല്ല ഭംഗിയുള്ള ആദിപരാശക്തിയുടെ രൂപം. അതായത് എനിക്കും വ്യക്തമാകുന്നത് നിഴലായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നുകൂടി പറയുകയാണ്, എനിക്ക് ആ ആടയാഭരണങ്ങൾ തിളങ്ങുന്നത് കാണാമായിരുട്ടത്ത്. ത്രിശൂലം സ്വർണ്ണ നിറത്തിലുള്ളതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വെട്ടിത്തിളങ്ങുന്നു. മനോഹരമായിട്ടുള്ള ആ രൂപദർശനം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഞാനിതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ വിവരണം ഞാൻ എൻ്റെ അനുരം ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതൊന്ന് കാണാം. ഇത് എൻ്റെ അനുഭവമാണ്. ഞാനിത് അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.